അത് ഞാൻ സാറിനോട് നേരിട്ട് പറഞ്ഞേക്കാം. അതിനോട് സർ, പ്ലീസ് സിറ്റ്. താങ്ക് യു സർ. ജോസ് മാതുരങ്കണ്ടത്ത്, കട്ടപ്പന. വർഷങ്ങളായി ഗൾഫിൽ പല ബിസിനസ്സുകൾ, പണമിടപാട്, റിക്രൂട്ട്മെന്റ് ഏജൻസി, അങ്ങനെ പല പരിപാടി. എല്ലാം തട്ടിപ്പ്. കുറെ പേരെ കബളിപ്പിച്ച് അവിടുന്ന് മുങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട്. തെളിവില്ലാത്തതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് നമ്മൾ ഉണ്ടാക്കണം, കണ്ടെത്തണം, വിത്ത് സോളിഡ് എവിഡൻസ്. അതിനാണ് സമീറിനെ വിളിപ്പിച്ചത്. സർ, എല്ലാ ഡീറ്റെയിൽസും പഠിക്കുക. അയാളുടെ സകല വസ്തുവകകൾ, ബന്ധുവീടുകൾ, ചെല്ലുന്ന സ്ഥലങ്ങൾ എല്ലാം മാപ്പ് ചെയ്യണം. എവിടെയെങ്കിലും എന്തെങ്കിലും തടയും. സർ. ചതിയിൽപ്പെട്ടത് ഏറെയും മലയാളികളാണ്. അവിടെ ചെറിയ ചെറിയ ജോലി ചെയ്തവർ, സാധാരണക്കാർ, കയ്യിലുള്ള കൊച്ചു സമ്പാദ്യങ്ങൾ വലുതാക്കാൻ ആഗ്രഹിച്ചവർ. അവർക്ക് വേണ്ടി ഇയാളെ പൂട്ടിയേ പറ്റൂ. ഓക്കെ സർ. എന്നാൽ ഇതെങ്ങനെ ഉണ്ടാകുന്നു? അത് ഈ പഴം മുറിച്ച് കടലമാവിലിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. എന്തോന്ന് പഴംപൊരി ഉണ്ടാക്കുന്നത്? നിന്നെ ആരാടെ പട്ടാളത്തിലെടുത്തത്? അത് അവര് തന്നെ അടവച്ച് വിരിയിക്കുകയായിരുന്നു. എന്റെ ഡാഡി. ഞാൻ ഈ ഓർമ്മ പോകുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞതാ. ആ, അത് ശരി. എല്ലായിടത്തും ഈ പെണ്ണുങ്ങൾക്ക് ഓർമ്മ പോകുന്നു, സിനിമകളിൽ പോലും. ആര് പറഞ്ഞു? എന്റെ ഭാര്യയ്ക്കൊക്കെ നാൾക്ക് നാൾ ഓർമ്മശക്തി കൂടുന്നല്ലാതെ കുറയണില്ല. എത്ര നേർച്ചയായിരുന്നെന്നറിയാം. അതൊന്നുമില്ല ആവട്ടെ. നമ്മുടെ കാര്യം എന്താ ഇനി അടുത്ത സ്റ്റെപ്പ്? കാശ് കൊടുക്കും. കാശ് കൊടുത്തിട്ട് വാടാ. വാ. എടാ രവി, നിനക്കിപ്പോ പാര ഒന്നല്ല രണ്ടാണ്. യെസ് യെസ്. അങ്കിള് കണ്ടൊരു പി, ജിയെ കണ്ട വേറൊരു പി. പിപ്പി. ഇവര് നാസോരക്കാരൻ. അതറിയില്ല. പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ അവര് രണ്ടുപേരും ചേർന്ന് നിന്നെ കൊണ്ട് വായിപ്പിക്കും. എന്ത്? നാദസ്വരം. ചിലപ്പോ തകലും കൊട്ടെ നിന്റെ പെണ്ണിനെ അവരിൽ ഒരാൾ കെട്ടുമ്പോ. നാദസ്വരം എനിക്ക് അറിഞ്ഞൂടാ. എന്റെ ഐറ്റം ഫ്ലൂട്ട്. പട്ടാളത്തിലെ സായാഹ്നങ്ങൾ ക്ഷീണിച്ചു വരുന്ന പട്ടാളക്കാർക്ക് ഞാൻ ഫ്ലൂട്ട് വായിച്ചു കൊടുക്കുമായിരുന്നു. അത് മാത്രമായിരുന്നു അവരുടെ എന്റെയും ആകെയുള്ള വിനോദം. മാത്യൂസേ, ഈ ജിയുടെ ജീവിതത്തിൽ ഇനി ഇങ്ങനെ പിഒ ക്യൂഒ കൊണ്ടെങ്കിലും എനിക്ക് എസ്സാ. എന്ന് വെച്ചാ എനിക്ക് ഓക്കെ ആടോ. എടാ, ഒറ്റ മോളാ, കോടിക്കണക്കിന് രൂപയുടെ ആസ്തി. ജിയെ ഞാൻ വിടില്ല. അവൾ എനിക്ക് ജീവനാ. ഈ ഇരുവഴിഞ്ഞിപ്പോഴും അറബിക്കടലിലുള്ളതാണെങ്കിലും. നീ എന്തോടെ പറയണേ? ഇവിടെ ഇതാ ഹോട്ടലിൽ നിന്ന് ഒഴുകി വരുന്ന വേസ്റ്റ് വെള്ളമാണ്. ഇത് ഒഴുകി ചെല്ലുന്നതാണ്ട് ആ കാനയിലേക്ക്. വെറുതെ ഓരോ പടങ്ങളും കണ്ടിട്ട് വന്ന് അടിച്ചു വിടുക. ഇങ്ങോട്ട് നീ വെറുതെ ടെൻഷൻ ആകണ്ട. ഞാൻ ഇവരെ രണ്ടുപേരെയും കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ. ഇതിൽ പി ആണോ ക്യൂ ആണോ എന്നുള്ളതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം കേട്ടോ. സമാധാനത്തോടെ വാ. ഓക്കെ. പിന്നെ നീ ആ ഫ്ലൂട്ടിന്റെ കാര്യം പറഞ്ഞാൽ ശരിയാ? യെസ്, ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ്. ആണ്. മിക്ക പെൺകുട്ടികളെയും പോലെ ജിയയ്ക്കും ചോക്ലേറ്റ് ക്രൈസ് ആയിരുന്നു. നമ്മുടെ കേഴ്സൺ പാർക്കിനടുത്തുള്ള ഫ്ലോറൻസ് ചോക്ലേറ്റ് ഷോപ്പില്ലേ, അവിടെ കണ്ണടച്ച് ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്ത് അത് ഏത് ഫ്ലേവറാണെന്ന് പറയാനായിട്ട് അവൾക്ക് ഭയങ്കര ക്രൈസ് ആയിരുന്നു. അച്ഛാ, ഐ എം പ്ലാനിങ് ടു ബ്രിങ് ഹർ ഹിയർ അഗെയിൻ. ഇവിടുന്ന് തന്നെ വീണ്ടും തുടങ്ങാം. ഒരു ഫ്രണ്ടിനെ പോലെയെങ്കിലും കൂടെ കൂട്ടിയാൽ മതിയായിരുന്നു. എന്താണ് ജിയുടെ ആക്സിഡന്റിന് ശേഷം ബിസിനസ് കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കാൻ പറ്റിയില്ലല്ലോ അല്ലേ? ജിയെ ഇല്ലാതെ ഞാൻ എന്ത് ചെയ്തിട്ടെന്താ? അവളെക്കാളും വലുതായി ഒരു സ്വത്തും ഒരു ബിസിനസ്സും ഇല്ല. സ്വത്തോ അതോ ജിയയോ എന്ന ചോദ്യം 1000 വട്ടം ചോദിച്ചാലും എനിക്കൊരു ഉത്തരമേ ഉള്ളൂ. ജിയ.
അടിപൊളി. എൻ്റെ item. Flute അല്ലല്ലേ. ഛേ. ഈ കൂട്ടത്തിൽ ഒരു അത്ഭുത വിളക്കുണ്ടായിരുന്നെങ്കിൽ ഒരച്ചൊരിച്ച് ഞാൻ അവിടെ ഓർമ്മ തിരിച്ചു കൊണ്ടുവന്നേനെ. ബാഡ് ലക്ക്. യെസ് മേ ഹെൽപ്പ് യു? നൈറ്റ് അറ്റ് ദ മ്യൂസിയം. യെസ് വീണ്ടും മേ ഹെൽപ്പ് യു? ഓ സോറി, തെറ്റിദ്ധരിച്ചു. ചേട്ടാ, ഈ പണ്ടത്തെ കാലഘട്ടത്തിലെ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയ ചില യന്ത്രങ്ങൾ, തന്ത്രങ്ങൾ, മന്ത്രങ്ങൾ? യെസ്, താളിയോല ഗ്രന്ഥങ്ങൾ ഉണ്ടാകുമോ? യെസ് ഷുവർ. ഉണ്ടോ? ഉണ്ടായിരിക്കണമായിരിക്കണമല്ലോ. ഏ ഹാരപ്പ മോഹൻജദാരോ എന്തായാലും ഇല്ല. പിന്നെയുള്ളത് മൊസപ്പൊട്ടേമിയൻ, അവിടെ ബാക്ക് ടു 1132 BC ഓർ 132 BC അല്ലേ? 22 BC. ലെറ്റ് മീ ചെക്ക്. സാല ഉല്ലുക്കം. എന്തു പറ്റിയടാ? എന്താ സംഭവിച്ചേ? എടാ, പോയ കാര്യം എന്തായി? നീ ഇങ്ങനെ ചവച്ചോണ്ട് നിൽക്കാതെ എനിക്ക് എന്താ പറ്റിയത്, എന്താ സംഭവിച്ചത്, പോയ കാര്യം എന്തായി എന്നൊന്നും ഒരു വാക്ക് നിനക്ക് ചോദിച്ചൂടെ? അതിനല്ലേ ഞാനും ചോദിച്ചത്. അതിന് നീന്തിനെ കിടന്ന് നിലവിളിക്കുന്നത്. ഞാൻ എന്താ പൊട്ടനോ? ഭൂട്ടാനാ? ഭൂട്ടാനോ? ഞാൻ എന്തിനാടാ ഭൂട്ടാനിൽ പോകുന്നത്? ഛേ, നീ എന്തൊക്കെയാ രവി പറയുന്നത്? മാത്യൂസ, നീ ഇനി നീ ചോദിച്ചില്ലെങ്കിലും ഞാൻ പറയാം. അതെ, ഞാൻ കണ്ടായിരുന്നു ആ ഗിറ്റാറുകാരനെ. പതുക്കെ പറ, ആളുകൾ ശ്രദ്ധിക്കുന്നു. ഛർദിക്കാനോ? ഞാൻ എന്തിനാണ് ഇവിടെ ഛർദിക്കുന്നേ? നിനക്ക് ആക്ച്വലി എന്താ പറ്റിയത്? ഒരുത്തിയുടെ ഓർമ്മയും പോയി, അത് കണ്ടുപിടിക്കാൻ പോയി പൊട്ടന് പോയി. എന്റെ കർത്താവ്, എന്തൊരു പരീക്ഷണം അത്! രവി, ഞാനൊന്ന് പറയട്ടെ. പിന്നെ പറയാം. പുന്നപ്പുറ പോണെന്ന് നിക്കടോ. മേജർ മിസ്റ്റർ രവി, മേജർ രവി. അതെ, ഒരു പിയെ ഞാൻ കണ്ടു. ഇനി അടുത്ത പിയെ കാണാൻ പോവാ. താൻ എന്ത് വേണേലും ഒരാൾ വരുന്നുണ്ട്, അയാളൊന്ന് പറയുന്നുണ്ട്, അതൊന്ന് കേട്ടിട്ട് പോ. എല്ലാം കൂടെ ഇറങ്ങിക്കോ. മേജർ, ഹലോ, നിങ്ങളുടെ സുഹൃത്തല്ലേ? ചെവി കേൾക്കാൻ പറ്റില്ലെങ്കിൽ ഒരു മിഷ്യൻ ആ മനുഷ്യന് വാങ്ങിച്ചു കൊടുക്കൂ. അപ്പൊ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. നല്ല മസിൽ വേണമെങ്കിൽ ജിമ്മിൽ പോയേ പറ്റൂ.